ക്യൂബയിൽ നിന്നുള്ള ഒരു ഇമെയിലാണിത്. Dear doctor, I am 58 years old and recently have to get up 2 or 3 times at night to go to the bathroom to pass urine. My wife, who is a nurse, says that I may have enlarged prostate and I may have to go and see a urologist and I may even need a surgery. Enlarged prostate symptoms മൂത്രം കൂടെ പോകണമെന്ന് തോന്നിക്കും. അല്ലെങ്കിൽ രാത്രിയിൽ 3-4 തവണ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കേണ്ടി വന്നേക്കാം. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും പൂർണ്ണമായി പോയില്ല എന്നൊരു തോന്നൽ ഉണ്ടാകും. മൂത്രം ഒഴിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ ഹെസിറ്റൻസി, പെട്ടെന്ന് പോകാൻ സ്വല്പം സമയമെടുക്കും. മൂത്രം ഒഴിച്ച് തീർന്നു കഴിഞ്ഞാലും കുറച്ച് തുള്ളി മൂത്രങ്ങൾ ആ മൂത്രപഥത്തിൽ നിന്നേക്കാം. അത് സമയമെടുത്ത് കുടഞ്ഞു കളഞ്ഞില്ലെങ്കിൽ അടിവസ്ത്രങ്ങൾ നനച്ചെന്നിരിക്കും. ഉടൻ പരിശോധനകളുടെ ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടർ ഒരു യൂറോളജിസ്റ്റിനോട് അരികിലേക്ക് താമസമെടുക്കാതെ തന്നെ പറഞ്ഞയച്ചുകൊള്ളും. പക്ഷേ മിക്കപ്പോഴും ഒരു ഡോക്ടറെ പരിശോധന കൊണ്ട് ആവശ്യമില്ലാത്തതും അപകടമുണ്ടായേക്കാവുന്നതുമായ ടെസ്റ്റുകളും പരിശോധനകളും ഒഴിവാക്കാനും സാധിച്ചെന്നിരിക്കും. രോഗത്തിൻ്റെ ആദ്യ ദശകളിലെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ സിംറ്റംസ് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഈ മരുന്ന് നൽകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 2-3 ദിവസത്തിനകം പ്രയോജനം കാണാനും സാധിക്കും. ഈ മരുന്ന് കൊണ്ടുള്ള ഒരു പ്രധാന സൈഡ് എഫക്ട്സ് ലൈംഗിക വേഴ്ചവേളയിൽ ശുക്ലം പുറത്തേക്ക് പോകുന്നതിന് പകരം യൂറിനറി ബ്ലാഡറിലേക്ക് തിരിച്ചു വന്നേക്കാം എന്നുള്ളതാണ്. സേമൻ ഇജാക്കുലേറ്റ് ചെയ്ത് പുറത്തു പോകുന്നില്ല എന്ന് രോഗിക്ക് അനുഭവപ്പെടും. ഇത് ആരും കുഴപ്പമൊന്നുമില്ല. ഇതിനെ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയും. ഇങ്ങനെ ഉണ്ടാകാമെന്ന് രോഗിയെ റീഅഷ്യൂർ ചെയ്ത് സമാധാനപ്പെടുത്തിയാൽ മാത്രം മതിയായിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ റിഡക്റ്റേസ് ഇൻഹിബിറ്റേഴ്സ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളാണ്. പ്രോസ്കാർ ഈ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നാണ്. US സെനറ്റ് ഫൈനാൻസിംഗ് കമ്മിറ്റി ചെയർമാൻ 2013 അവതരിപ്പിച്ച് പരാജയപ്പെട്ട സമഗ്ര കുടിയേറ്റ നിയമം പുതിയ ഭേദഗതികളോടെ US കോൺഗ്രസിൽ വീണ്ടും അവതരിപ്പിച്ചു. ഈ ബിൽ ഭേദഗതികളോടെ പാസ്സാകുമെന്ന് കരുതപ്പെടുന്നു. അമേരിക്കയിൽ നിയമപരമായി കുടിയേറുന്നതിന് വേണ്ടതായ ഗ്രീൻ കാർഡ്, F1 വിസയിൽ വന്നിരിക്കുന്നവരുടെ ജോലി സാധ്യത, H1B വിസക്കാരുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ജോലി ചെയ്യുന്നതിനുള്ള അനുമതി തുടങ്ങിയവ ഇപ്പോൾ അവതരിപ്പിച്ച ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഇരുസഭകളിലും ഭൂരിപക്ഷമില്ല എങ്കിലും അവർ പ്രാമുഖ്യം നൽകുന്നത് അനധികൃത കുടിയേറ്റക്കാരുടെ നിയമ സാധുതയ്ക്കാണ്. ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലി മെമ്പർ ഷെല്ലി മേയർ, a close friend and a strong supporter of JFA and IMCY. We are always so proud of you, your help and support whenever we approach you. So proudly we hail at the twilight's last gleaming, whose broad stripes and bright stars Sindhu Gujarat Maratha Dravida Utkara Banga Vindhya Himal requires the participation of others. It's not something that just happens on its own. We need leaders in government, and then we need leaders outside of government to raise the issues of justice, and I think we've seen that in the last few months. It takes people outside of government sometimes to raise the voices loud enough that the rest of us can respond. And Justice for All is a national organization which is, its purposes are clearly drawing from accidents and accidents in contemporary times. There's so many temptations. November 14, 2012. This day was marked Of abuse slain in the second and third slot.